നമസ്കാരം. ഈ ഒക്ടോബർ മാസം അവസാനിക്കാൻ ഇനി വെറും 2 ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. എന്നിരുന്നാലും ജ്യോതിഷപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ 2 ദിവസം തന്നെ ധാരാളമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്നതിന്. അങ്ങനെ നോക്കുമ്പോൾ 3 രാശികളിൽ ജനിച്ച കുറച്ചു നക്ഷത്രക്കാർക്ക് നല്ല ചില ഗുണാനുഭവങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. കാരണം വ്യാഴം, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ സംയോജനത്തിലൂടെ ഗജകേസരി യോഗം ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള ഈ 2 ദിവസം, അതായത് 30, 31 എന്ന ഒക്ടോബറിലെ അവസാന ദിനങ്ങൾ 3 രാശിക്കാർക്ക് ഏറെ അനുകൂലകരമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു യോഗമാണ് ഗജകേസരി യോഗമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതിനാൽ ഇനിയുള്ള 2 ദിവസങ്ങൾ മതി നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതിന്. ഏറെ ശുഭകരമായ ഗജകേസരി യോഗം സിദ്ധിച്ചിരിക്കുന്ന, ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ആ ഭാഗ്യരാശികൾ ആരൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനിയുള്ള 2 ദിവസത്തിനുള്ളിൽ വന്നു ചേരാൻ പോകുന്നതെന്നും വിശദമായി പറഞ്ഞു തരാം. എല്ലാവരും നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഗജകേസരി യോഗം സിദ്ധിച്ചിരിക്കുന്ന ഭാഗ്യരാശികളിൽ ആദ്യത്തേത് കന്നിരാശിയാണ്. ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഗജകേസരി യോഗം വരുമാന ഭാവത്തിൽ നേട്ടങ്ങൾ സൃഷ്ടിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉറപ്പാണ്. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ ചില കാര്യങ്ങൾ ഇനിയുള്ള ഈ 2 ദിവസത്തിനകം നടന്നു കിട്ടും. എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കാൻ പോകുന്ന 2 ദിവസങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പിന്തുണയും അതുപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് സന്തോഷകരമായ ചില അനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. ചില ജോലികളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹപ്രവർത്തകരുടെ സഹകരണം മൂലം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും. കന്നിരാശിക്കാർക്ക് ഇത് ഭാഗ്യം നിറഞ്ഞ 2 ദിവസം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കഠിന പരിശ്രമം നടത്തിക്കോളൂ. ഈ 2 ദിവസത്തിനുള്ളിൽ പല അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അടുത്ത രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം. തുലാം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ സ്ഥാനം വളരെയധികം അനുകൂലകരമായിട്ടാണ്. ചന്ദ്രൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ധാരാളം ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങൾക്കിനിയുള്ള ഈ 2 ദിവസത്തിൽ വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യവും ഇനിയില്ല. ഒക്ടോബർ അവസാന ദിനങ്ങളിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന തരത്തിലെ ചില കാര്യങ്ങൾ സംഭവിക്കും. അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയേറെ ഗുണകരമായിട്ട് വന്നു ചേരുന്ന തരത്തിലുള്ളവയായിരിക്കും. ശത്രുക്കൾക്ക് ശക്തിയൊക്കെ ചോരുന്നൊരു സമയമാണ്. അതായത് നിങ്ങളെ തകർച്ച ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ ഉയർന്നു വരരുതെന്ന് ആഗ്രഹിക്കുന്നവരുടെയൊക്കെ ഒരു നാശം തുടങ്ങുമെന്ന് തന്നെ പറയാം. അതായത് ശത്രുനാശം നിങ്ങൾക്കിനി പറയപ്പെടുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. നിങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായിട്ട് നിന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തി നിന്ന ശത്രുക്കളുടെയൊക്കെ നാശം നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണാൻ സാധിക്കും. വരുമാനം ഇരട്ടിയാവും. കൂടാതെ സാമ്പത്തിക സ്ഥിതി മികച്ചതായിത്തീരും. വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു ചേരും. അതായത് എന്തെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള പരിഭവങ്ങളോ പിണക്കങ്ങളോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ മാറുന്ന രീതിയിലുള്ള നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്തുക്കളെ കിട്ടാനുള്ളൊരു ഭാഗ്യം കാണുന്നു. ആ സുഹൃത്ത് ബന്ധം, അതായത് പുതിയ സുഹൃത്തുക്കളെ കിട്ടാനുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ട് ആ സുഹൃത്ത് ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അനുയോജ്യമായ ആളുകളാണോ, നിങ്ങൾക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ആളുകളാണോ എന്നൊന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ആ സുഹൃത്ത് ബന്ധത്തെ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ജീവിതം മികച്ച നിലയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണ് ഇനിയുള്ള 2 ദിവസം. വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം എന്നീ 3 നക്ഷത്രക്കാരുടെ ജന്മരാശിയായ ധനുരാശിയിൽ ഗജകേസരി രാജയോഗം വരുമാന ഭാവത്തിലാണ് ഭാഗ്യം സൃഷ്ടിക്കുന്നത്. വരുമാനം വർദ്ധിക്കുകയും അപ്രതീക്ഷിത മാറ്റങ്ങളിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഇനിയുള്ള 2 ദിവസങ്ങളിൽ വന്നു ചേരും. ഇപ്പോൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബജീവിതത്തിൽ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും. സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കും. എന്തുകൊണ്ടും ഭാഗ്യം നിറഞ്ഞ 2 ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ കഠിന പരിശ്രമം നടത്തിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും. ജീവിത പങ്കാളിയുമായി സന്തോഷമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വിട്ടുമാറാനുള്ളൊരു സമയമാണ്.
വീണ്ടും ഐക്യതയോടുകൂടി നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും. ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുമാറുന്നതിനും അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ളൊരു പരിഹാരം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതിനുള്ള സമയമാണ് ഇനിയുള്ള 2 ദിവസങ്ങൾ. ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ചില നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. വേണ്ട രീതിയിൽ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ 2 ദിവസങ്ങളിൽ 2 വർഷം കൊണ്ട് സാധിക്കേണ്ട തരത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. എന്തുകൊണ്ടും ഭാഗ്യ സമയമാണ്. ഈ ദിവസങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഭാഗ്യം അനുകൂലമായി വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.